قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ പ്രഥമ 10 നമ്മളുമായി വിട പറയുകയാണ്. കഴിഞ്ഞുപോയ രാപ്പകലുകളിലെ കുറവുകൾ നികത്തി വരുന്ന രാപ്പകലുകൾ കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ തുണക്കുമാറാകട്ടെ. ഞാൻ ആമുഖമായി ഓതിവച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ സൂക്തമാണ്. നമുക്കേറെ പരിചയമുള്ള, നമ്മൾ ധാരാളമായി പ്രത്യേകിച്ച് റമദാനിൽ കേൾക്കുന്ന സൂക്തമാണത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. ഇതാണ് അതിൻ്റെ ആദ്യ ഭാഗം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് ഷഹ്റു റമദാൻ, റമദാൻ മാസത്തിലാണ്. ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, അത് ജനങ്ങൾക്ക് സന്മാർഗമാണ്, സന്മാർഗം വിശദീകരിക്കുന്നതാണ്, സത്യാസത്യ വിവേചകമാണ്, അഥവാ ഫുർഖാനാണ്. ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗമാണ്, സന്മാർഗത്തെ കൂടുതൽ വിശദീകരിക്കുന്നതാണ്, സത്യാസത്യ വിവേചകമാണ്. ഇതെല്ലാമായ ഈ വിശുദ്ധ ഖുർആൻ നാം അവതരിപ്പിച്ചത് പരിശുദ്ധ റമദാൻ മാസത്തിലാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഥവാ നമ്മളിപ്പോൾ കുടികൊള്ളുന്ന ഒരു റമദാൻ 1400 കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു റമദാനിലാണ് അല്ലാഹ് ഇത് ചെയ്തത്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, അതിനാൽ ആ മാസത്തിന് സാക്ഷിയായവർ നോമ്പെടുക്കട്ടെ എന്നാണ് അല്ലാഹ് പറയുന്നത്. ഞാൻ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് റമദാനിലാണ്, അതിനാൽ ആ മാസത്തിൽ സാക്ഷിയായവർ. ഫമൻ ഷഹിദ, അവിടെ ഫ എന്ന് പറയുന്നത് അതുകൊണ്ട്, അല്ലെങ്കിൽ ആയതിനാൽ, അതിനാൽ, ഇംഗ്ലീഷിലാണെങ്കിൽ സോ, ഹെൻസ് പോലെയുള്ള പദങ്ങൾക്കുള്ള അർത്ഥമാണ് അവിടെയുള്ളത്. അതിനാൽ നിങ്ങൾ നോമ്പ് നോക്കണം, ആ മാസത്തിൽ നോമ്പ് നോക്കണം. ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് ഈ മാസത്തിലാണ്, അതിനാൽ നിങ്ങൾ ആ മാസത്തിൽ നോമ്പ് നോക്കണം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, റമദാനും പരിശുദ്ധ ഖുർആനും തമ്മിലുള്ള സ്ട്രോങ് റിലേഷനാണ്, ശക്തമായ ബന്ധം പരിശുദ്ധ റമദാനും പരിശുദ്ധ ഖുർആനും തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാനിനെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അരികുവൽക്കരിച്ചുകൊണ്ട്, പരിശുദ്ധ റമദാനിൽ നോമ്പ് മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഒരു ശരിയായ സമീപനമല്ല. പരിശുദ്ധ ഖുർആൻ, അതിനോട് നമ്മൾ ശക്തമായ ആത്മബന്ധം വെച്ചു പുലർത്തേണ്ട ഒരു ഗ്രന്ഥമാണ്. അത് ഈ റമദാനിലാണ് അവതരിച്ചത്. അതുകൊണ്ട് തന്നെ നോമ്പ്, റമദാൻ
പരിശുദ്ധ ഖുർആനിനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ നോമ്പെടുത്ത് ആ നോമ്പ് പൂർത്തീകരിച്ച് അതിൻ്റെ പ്രതിഫലവും നേടി അതിൻ്റെ പുണ്യങ്ങളും കരസ്ഥമാക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പം നീതിപൂർവമല്ല. കാരണം ഈ ഖുർആൻ അവതരിച്ചത് കൊണ്ടാണ് നമ്മൾ നോമ്പെടുക്കുക. എന്നിട്ട് നോമ്പെടുക്കുക ഖുർആൻ അവഗണിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല പരിപാടിയല്ല, അല്ലെങ്കിൽ നല്ലൊരു ഏർപ്പാടല്ല. ഈ ഖുർആനിനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിലുണ്ട്. ഒന്നാമത്തേത്, അത് ഓതാൻ പോലും സന്നദ്ധമല്ല. അത് ഓതാൻ പോലും സന്നദ്ധമല്ല. അങ്ങനെയുള്ള ആളുകൾ ഈ റമദാനിൽ നോമ്പെടുക്കുന്നുണ്ട്. അഥവാ അതൊന്ന് ഓതാൻ പോലും മനസ്സ് കാണിക്കാത്ത ആളുകൾ, അതിലേറെയും പുരുഷന്മാരായിരിക്കും. രണ്ടാമത്തെ ആളുകൾ, അത് ഓതാൻ അറിയാവുന്ന ആളുകൾ, എന്താണ് താൻ ഓതുന്നത് എന്ന് പോലും അറിയാതെ ഖത്തം തീർത്ത് പുണ്യം നേടുക എന്ന അർത്ഥത്തിൽ നിരന്തരമായി അത് ഓതി തീർക്കുക, അങ്ങനെയുള്ള ആളുകൾ. അതിനകത്ത് നിന്ന് പ്രത്യേകിച്ച് ഒരു ഗുണവും ആ ഓതുന്ന ആൾക്ക് കിട്ടാറില്ല, പ്രതിഫലം കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. മൂന്നാമത്തേത്, ആ വിശുദ്ധ ഖുർആനിൻ്റെ ജീവിതവും മുന്നോട്ട് വച്ചിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുമായി നമ്മുടെ ജീവിതത്തിന് ഒരു ബന്ധം ഉണ്ടാവില്ല. നിരവധി മേഖലകളിൽ നമ്മൾ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വച്ച വിധിവിലക്കുകളെ അതിലംഘിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മളത് മറ്റൊരു സംഗതി പറഞ്ഞ കൂട്ടത്തിൽ നമ്മളത് പറഞ്ഞു. ആരാധനകളെല്ലാം നിർവഹിച്ചുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആൻ, ആരാധനകൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അതേ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പല ജീവിതത്തിൽ, ദൈനംദിന ജീവിത വ്യവഹാരങ്ങളിൽ നടപ്പാക്കേണ്ട പല നിയമങ്ങളും നമ്മൾ ജീവിതത്തിൽ നടപ്പാക്കാറില്ല. അങ്ങനെ ഈ അർത്ഥങ്ങളിലെല്ലാം നമ്മൾ ഖുർആനിനെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട ചില സംഗതികളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ ഓതുന്ന ഒരു കൂടെ സ്ത്രീകളുണ്ട്. പണ്ട് കാലം മുതൽ അവർ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്ത് പോരുന്നുണ്ട്. എന്നാൽ കൂടുതലും പുരുഷന്മാർ ഒരു പാരായണത്തിന് പോലും സന്നദ്ധമാവാറില്ല. പലരും പാരായണത്തിന് ഇപ്പോൾ സന്നദ്ധമാകാത്തത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓതുന്നതിന് പോലും സന്നദ്ധമാകാത്തത്, അവർ ഇപ്പോൾ വിശുദ്ധ ഖുർആൻ എടുത്തിങ്ങനെ തുറന്നു നോക്കിയാൽ അവർക്ക് ഓതാൻ പറ്റില്ല. ഓതാൻ പറ്റാത്തത് അവർ ഖുർആൻ ഓതാൻ പഠിക്കാതിരുന്നത് കൊണ്ടല്ല. അവർ മദ്രസാകാല ജീവിതത്തിൽ ഖുർആൻ നന്നായി ഓതി അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, അവർ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഓതുന്ന ശീലം അവർ മുന്നോട്ട് തുടർന്നു പോകാതിരുന്നത് കൊണ്ട് അവർക്ക് ഖുർആനുമായിട്ടുള്ള കണക്ഷൻ പോയി. അങ്ങനെ വന്നപ്പോൾ ഖുതുബ പ്രഭാഷണങ്ങളും മറ്റ് വാല് പരിപാടികളും മറ്റ് ഉത്ബോധന ക്ലാസ്സുകളും ഒക്കെ കേട്ടിട്ട് ഇതൊന്ന് ഓതണമെന്ന് വിചാരിച്ച് വീട്ടിൽ ചെന്ന് ഖുർആൻ എടുത്തു നോക്കുമ്പോൾ ഓതാൻ പറ്റുന്നില്ല. കാരണം അവരും അതുമായിട്ടുള്ള ബന്ധം പതിറ്റാണ്ടായിട്ട് വിച്ഛേദിച്ചിട്ടുണ്ടാകും. അത് ഓതി തുടർന്നു പോന്നിരുന്നുവെങ്കിൽ അവർക്കത് ഓതാൻ കഴിയുമായിരുന്നു. കൂടുതലും ഞാൻ ആവർത്തിച്ചു പറയുന്നു, പുരുഷന്മാരാണ് ആ ദുരന്തത്തിന് വിധേയമായ ആളുകൾ. അതുകൊണ്ട് അവർ ഓതുന്നില്ല. അവർ നോമ്പ് വളരെ ഗംഭീരമായി പിടിക്കും. ഓതാൻ വേണമെങ്കിൽ മുസാബ് വാങ്ങിക്കൊടുക്കും, അവരോതൂല. കാരണം അവർക്ക് ഓതാൻ പറ്റില്ല. ഞാൻ പറയുന്നത്, അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അത് എന്ത് വില കൊടുത്തും അള്ളാഹുവിൻ്റെ ആ വേദഗ്രന്ഥം ഒന്ന് നേരെ ചൊവ്വേ ഓതാനുള്ള ഒരു കഴിവ് നിങ്ങൾ നേടിയെടുക്കണം. നിങ്ങൾക്കത് ഓതാൻ കഴിയില്ല എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലെ ഏറ്റവും ദൗർഭാഗ്യവാന്മാർ ആ വേദഗ്രന്ഥം പാരായണം ചെയ്യാൻ പോലും അറിയാത്ത ആളുകളാണ്. അവരാണ് ഏറ്റവും ദൗർഭാഗ്യവാന്മാർ. അത് പറയുമ്പോൾ അതിൻ്റെ ആ ഗ്രാവിറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം നേടിയിട്ടുണ്ട്, നമുക്കില്ലാത്തതായി ഒന്നുമില്ല. നമുക്ക് മലയാളത്തിൽ എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം. നമ്മൾ വലിയ വീടുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്, വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, സങ്കീർണമായ പല കാര്യങ്ങളും നമ്മൾ ആർജിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്നും അത് ഉണ്ടായതല്ല. ഇതൊന്നും നമുക്ക് പരിചയമുണ്ടായിരുന്നില്ല.
ലോകത്തിലെ ഏറ്റവും ഓടിക്കാൻ പ്രയാസമുള്ള വാഹനം സൈക്കിളാണ്. സൈക്കിളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് ഓടിക്കാൻ. ആ സൈക്കിൾ നമ്മൾ ഓടിക്കുന്നുണ്ട്, ബൈക്ക് നമ്മൾ ഓടിക്കുന്നുണ്ട്. ഇതൊന്നും അറിഞ്ഞ് അല്ല നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നത്. നമ്മൾ കാർ ഓടിക്കുന്നുണ്ട്, ബസ് ഓടിക്കുന്നുണ്ട്. നിരവധി ആളുകളെയും കയറ്റി വെച്ച് ബസ് നമ്മൾ വളരെ സുന്ദരമായി ഓടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നും നമുക്ക് മുടക്ക് വന്നിട്ടില്ല. അതെല്ലാം നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ട് അതെല്ലാം നമ്മൾ ആർജിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഖുർആൻ മാത്രം വായിക്കാൻ പഠിക്കാൻ ഇനി പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്, ഇത് നമുക്ക് ആവശ്യമില്ല എന്നാണ്. അതെല്ലാം നമുക്ക് ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളത് നേടി. നമുക്ക് കാശിനെ കുറിച്ച് കൺസേൺ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ പഠിച്ചു വലുതായി ജോലി നേടി. നമുക്ക് വാഹനത്തെക്കുറിച്ച് അസ്വസ്ഥത ഉണ്ടായിരുന്നു, നാട്ടിൽ എല്ലാവർക്കും വാഹനമുണ്ട്, അതുകൊണ്ട് എനിക്ക് വാഹനം വേണം. അതുകൊണ്ട് വാഹനം ഉണ്ടാക്കാൻ നാം അധ്വാനിച്ചു കൂടുതൽ. എന്തുകൊണ്ടാ? അത് നമുക്ക് ആവശ്യമുണ്ട്. വീട് പണിത് നമ്മൾ, എന്തുകൊണ്ടാ? അത് നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ആവശ്യമുള്ളതെല്ലാം നമ്മൾ നേടിയിട്ടുണ്ട്. ഖുർആൻ ഓതുക, അത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് ഗുണം കിട്ടാനാണ്? ഖുർആൻ ഇപ്പോൾ ഓതിയത് കൊണ്ട് എന്ത് ഗുണം കിട്ടാനാണ്? ഓതാത്ത ആളുകൾ 10 ദിവസം വിശുദ്ധ റമദാൻ പിന്നിട്ടിട്ടും ഇനിയും ഖുർആൻ കയ്യിലെടുക്കാൻ ഒരു മനസ്സ് കാണിക്കാത്ത ആളുകളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് അപ്പേരിൽ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? അതുമില്ല, നിങ്ങൾക്ക് അസ്വസ്ഥതയുമില്ല. ഇതെനിക്ക് ഓതാൻ കഴിയുന്നില്ലല്ലോ എന്ന ഒരു പ്രയാസം പോലും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബാക്കിയെല്ലാം നമുക്ക് ആവശ്യമായിരുന്നു, ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് പഠിച്ചിട്ട് PSC ടെസ്റ്റ് എഴുതാനൊന്നും പറ്റൂല, ഇത് പഠിച്ച കാശുണ്ടാവില്ല. ഇത് വായിക്കാൻ പഠിച്ച് അല്ലെങ്കിൽ ഓതാൻ പഠിച്ചു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ മെച്ചങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇത് തൽക്കാലം ഇപ്പോൾ അവിടെ ഇരിക്കട്ടെ. ആവശ്യമുള്ളതെല്ലാം നമ്മൾ നേടി. അതൊക്കെ ആവശ്യമാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഇതാവശ്യമാണ് എന്ന് നമുക്ക് ബോധ്യം വരണമെങ്കിൽ പരലോകത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം, അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ വായിക്കേണ്ടതിൻ്റെ ആവശ്യകതയും നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അതില്ലെങ്കിൽ നമുക്കത് ബോധ്യപ്പെടില്ല. അത് ബോധ്യപ്പെട്ടാൽ ഒരാളുടെ പ്രസംഗവും കേൾക്കാതെ വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കും. വായിച്ചേ അടങ്ങൂ, ഓതിയേ നമ്മൾ അടങ്ങൂ. അതുകൊണ്ട് ഓതാൻ അറിയാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് അത് ഓതാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. വിക്കിയും മുക്കിയും ഓതുന്ന ആളുകൾ തൽക്കാലത്തേക്ക് അർത്ഥം നോക്കേണ്ടതില്ല. അത് എത്രയും പെട്ടെന്ന് ഫ്ലുവൻ്റ് ആയിട്ട് ഈസി ആയിട്ട് ഒന്ന് ഓതാനുള്ള ശ്രമമാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. തപ്പിയും തടഞ്ഞൊക്കെ ഓതുന്ന ആളുകൾ അത് വളരെ നേരെ ചൊവ്വേ കൃത്യവും വൃത്തിയുമായിട്ട്, ഇന്നാണെങ്കിൽ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ സംഘടനക്കാർക്കും ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട്. സമസ്തയൊക്കെ പോലെയുള്ള സംഘടനകൾക്ക് ലേണിംഗ് ക്ലാസ് വരെ ഈ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അവർ അതൊക്കെ ഉപയോഗപ്പെടുത്തി നേരെ ചൊവ്വേ അതൊന്ന് വായിക്കാനുള്ള, നേരെ ചൊവ്വേ അതൊന്ന് ഓതാനുള്ള ഒരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം നിങ്ങളൊന്ന് ശാന്തമായിരുന്ന് ആലോചിക്കുക. 1068 കൊല്ലം, 1070 കൊല്ലം, 1075 കൊല്ലം ആരോഗ്യത്തോടുകൂടി ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ നേടി. അള്ളാന്റെ വേദഗ്രന്ഥം, മരണാനന്തരമുള്ള അനശ്വരമായ ഒരു ലോകത്ത് അനന്തമായ ജീവിതം നയിക്കാൻ അതിൻ്റെ വിധിവിലക്കുകൾ പഠിപ്പിക്കുന്ന ഒരു വേദഗ്രന്ഥം, അതൊന്ന് നേരെ ചൊവ്വേ ഓതുവാനുള്ള മനസ്സ് നമ്മൾ കാണിച്ചിട്ടില്ല എന്ന് വന്നാൽ അത് അത്യന്തം ഗുരുതരമായൊരു സംഗതിയാണ്. അതെല്ലാം ചെന്ന് മുട്ടുന്നത് നമ്മുടെ ഈമാനിലാണ്. ഞാൻ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ കാര്യം. ആവശ്യമില്ല നമുക്കത്, ബാക്കിയെല്ലാം നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതെല്ലാം നേടി. അതല്ലേ ശരി, അതല്ലേ യഥാർത്ഥ വസ്തുത. അതെല്ലാം നമുക്ക് ആവശ്യമാണ് എന്ന ബോധ്യം നമുക്കുണ്ട്. പക്ഷേ ഇത് അത്ര കഷ്ടപ്പെട്ട് ഇത് സ്വായത്തമാക്കാൻ ബോധ്യം വരുമാറുള്ള ഒരു ആവശ്യമൊന്നും നമ്മൾ ഇതിനകത്ത് കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, എല്ലാറ്റിലും ആദ്യം നമുക്ക് വേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യവും പരലോകത്തെക്കുറിച്ചുള്ള ബോധവുമാണ്. അതാണ് നമ്മുടെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. അതുണ്ടെങ്കിലാണ് ഖുർആൻ അടക്കമുള്ള എന്തും പഠിക്കാനും മനസ്സിലാക്കാനും
അതനുസരിച്ച് ജീവിതത്തെ നയിക്കാനും നിയന്ത്രിക്കാനും നിർണയിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓതുന്നവരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓതാൻ അറിയാത്ത ആളുകൾ അത് പഠിക്കുക. രണ്ടാമത്തെ, ഓതുന്ന ആളുകളുണ്ട്. ഈ ഓതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വെറുതെ ഇരുന്ന് യാതൊരു അർത്ഥസങ്കല്പവും അർത്ഥബോധവുമില്ലാതെ അതിങ്ങനെ ഇരുന്ന് വായിക്കുന്നതിൻ്റെ യുക്തി എന്താ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഓതാൻ അറിയാത്ത വിക്കിയും തപ്പിയൊക്കെ ഓതുന്ന ആളുകൾ ഓതിപ്പഠിക്കാൻ വേണ്ടി അത് ആവർത്തിച്ച് ഓതട്ടെ. അത് നമുക്ക് അതിൻ്റെ അനുവാദം നമ്മൾ അവർക്ക് നൽകാം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കണം. കുട്ടികൾ അവരെ അർത്ഥമറിഞ്ഞ് ഓതാൻ നമ്മൾ വല്ലാണ്ട് പ്രഷർ ചെയ്യുന്നതിനപ്പുറം അവർ അതല്ലാതെ ഓതി ശീലിക്കട്ടെ. കാരണം അവർക്ക് ഈ കണക്ഷൻ വിട്ടുപോകരുത്. അതാണ് ആവശ്യം, വളരെ ആവശ്യം. പിന്നീട് വലുതാകുമ്പോൾ, പ്രായപൂർത്തിയാകുമ്പോൾ, 18ഉം 20ഉം വയസ്സ് വരുമ്പോൾ അവരോട് നമ്മൾ പറയണം, ഇത് വെറുതെ ഇങ്ങനെ ഇരുന്ന് ഓതിയതുകൊണ്ട് കാര്യമില്ല മോനെ, ഇതിന് അർത്ഥവും കൂടി മോൻ അർത്ഥത്തിൻ്റെ പിൻബലത്തോടുകൂടി അർത്ഥബോധത്തോടുകൂടി മോൻ അത് ഓതണം എന്ന് അവനോട് പറയാം. അതുവരെ ആ ലിങ്ക് പോകാതിരിക്കാൻ അവൻ ഓതട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കണം. അല്ല, ഇതെല്ലാം അറിയാം, നന്നായി ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് വിശുദ്ധ ഖുർആൻ ഓതാൻ അറിയാം. അങ്ങനെയുള്ള ഒരാൾ ജീവിതകാലം മുഴുവൻ ഈ ഖത്തം തീർത്തുകൊണ്ടിരിക്കുക, ഓതിയതിനെക്കുറിച്ച് ഒന്നിനെക്കുറിച്ചും ഒരു ധാരണയുമില്ലാതിരിക്കുക, അങ്ങനെയുള്ള ഓത്തിൻ്റെ യുക്തി ഇനിയും നമ്മൾ വേറെ പഠിക്കേണ്ടതുണ്ട്. അതിലൊരു യുക്തിയുമില്ല. ഓതി കൂലി വാങ്ങാൻ വേണ്ടി ഒരു ഗ്രന്ഥവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടില്ല. ഞാൻ ഒറ്റവാക്കിലൊരു കാര്യം പറയുന്നു, വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്, വിശുദ്ധ ഖുർആൻ നമുക്ക് തന്നിട്ടുള്ളത് ഓതാനും ഊതാനും വേണ്ടിയിട്ടല്ല, വായിക്കാനും പഠിക്കാനും വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ അറിയണം. അത് വിശുദ്ധ ഖുർആൻ അർത്ഥബോധത്തോടുകൂടി ഒരു പ്രാവശ്യം നമ്മൾ വായിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇതെല്ലാം നമ്മൾ പറഞ്ഞു വരുമ്പോൾ സാധാരണ ഉയരുന്നൊരു ചോദ്യമുണ്ട്, അപ്പം അർത്ഥം അറിയാതെ ഇരുന്ന് ഓതിയ കൂലിയില്ലേ എന്ന് വല്ലിക്കാട്ട ചോദ്യം ചോദിക്കും. ഞാൻ പറയുന്ന ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ, എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ, നിങ്ങൾ ആ ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ മതിയോ? ഒരാൾ എന്നോട് ഖുർആൻ അർത്ഥം അറിയാതെ ഓതിയാൽ കൂലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ടത് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ മതിയാവോ? എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ മതിയാവില്ല. എൻ്റെ അഭിപ്രായം അറിയാനല്ലല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്കറിയേണ്ടത് എന്താണ്? അർത്ഥമറിയാതെ ഓതിയാൽ കൂലി കിട്ടുമോ എന്ന് ഖുർആനിൽ നിന്ന് നിങ്ങൾക്കറിയണം, അല്ലെങ്കിൽ ഖുർആൻ അത് സംബന്ധമായി എന്ത് പറയുന്നു എന്ന് നിങ്ങൾക്കറിയണം. അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ എന്തു പറഞ്ഞു എന്നറിയണം. ഇതാണല്ലോ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ അർത്ഥം. ഞാൻ പറയുന്നു, ഈ രണ്ടിലും അതിന് ഉത്തരവുണ്ടാവില്ല. ഈ രണ്ടിലും ഉത്തരമുണ്ടാവില്ല. അർത്ഥമറിയാതെ ഓതിയാൽ കൂലി കിട്ടുമോ എന്ന ചോദ്യത്തിന് ഈ രണ്ടിലും ഉത്തരമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് അതിനകത്ത് പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ അതിന് ഉത്തരവുമില്ല. ഇല്ലാത്ത ഉത്തരം ഞാനെങ്ങനെയാണ് പറയുക? ഇല്ലാത്ത ഉത്തരം എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഓതുന്ന ആളുകൾ അത് അർത്ഥത്തോടുകൂടി ഓതുക. അർത്ഥത്തോടുകൂടി ഓതുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഓതിക്കൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ലേ, ആരും അങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല. വെറുതെ അതിൻ്റെ മലയാള അർത്ഥം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുക എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അറബി മൂലം വായിക്കുക, അതോടൊപ്പം അർത്ഥവും നോക്കുക. അപ്പോൾ ഓതാനുള്ള ആ ഒരു നമ്മുടെ കഴിവ് നഷ്ടപ്പെടുകയുമില്ല, അല്ലെങ്കിൽ ആ ഒരു അറിവ് നഷ്ടപ്പെടില്ല, ഒപ്പം നമ്മൾ അർത്ഥവും കൂടി മനസ്സിലാകും. ഇതിനെന്താ നമുക്ക് തടസ്സം? നമുക്കെന്താണ് ഇതിന് തടസ്സം? ഞാൻ വളരെ കാര്യഗൗരവത്തോട് ചോദിക്കുകയാണ്. ഓതുന്ന ആളുകളോട് ചോദിക്കുക. ഓതാത്ത ആളുകളോട് ഇപ്പോഴും ഞാൻ പറയാം, അത് ഓതാൻ ആദ്യം സന്നദ്ധമാവുക. അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ഭൂമിയിലെ ഏറ്റവും വലിയ അധഭാഗ്യര്. കാരണം അള്ളാഹിൻ്റെ വേദഗ്രന്ഥം അത് ആകെ 6236 വാചകങ്ങളേ ഉള്ളൂ. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവതരിച്ചുകൊണ്ടൊന്നും ഇരിക്കുന്നില്ല. 1,00,000 സെന്റൻസുകളും അതിനകത്തില്ല. വെറും 6236. കൂടുകയുമില്ല, കുറയുകയുമില്ല. അതുകൊണ്ട് ഇത് ഇറങ്ങി അവസാനിക്കട്ടെ, എന്നിട്ട് തുടങ്ങാം എന്ന് തീരുമാനിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. ഇറങ്ങി തീർന്നു, ഇനി കൂടെ ഒന്നുമില്ല. അത് നമ്മൾ ഓതാൻ ആദ്യം തുനിയുക. ഓതാൻ അറിയാത്ത ആളുകൾ, നന്നായി ഓതാൻ അറിയാവുന്ന ആളുകൾ അതിൻ്റെ അർത്ഥത്തോടുകൂടി തന്നെ ഓതണം. ഞാൻ ആത്മാർത്ഥതയോടുകൂടി ചോദിക്കുന്നു, നമുക്ക് എന്താണ് അതിന് തടസ്സം? അർത്ഥത്തോടുകൂടി ഓതണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ തടസ്സം?
ഒരു തടസ്സവുമില്ല, ഒരു തടസ്സവുമില്ല. ഞാൻ ഒരുപടി ആളുകളോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് വ്യക്തിപരമായിട്ട്. ഓതുന്ന ഒരാളെ സംബന്ധിച്ച് ആ ഓതുന്ന സമയത്ത് അതിൻ്റെ അർത്ഥവും കൂടി ഒന്ന് നോക്കുന്നതിന് എന്താണ് തടസ്സം എന്ന് ചോദിച്ചപ്പോൾ ഒരാളും അതിനൊരു തടസ്സവാദം ഉന്നയിച്ചിട്ടില്ല. പിന്നെ എന്താ തടസ്സം? അതും മെനക്കേടാണ്. അത് തന്നെയാണ് തടസ്സം. അതൊരു തരം മെനക്കേടാണ്. മറ്റേതാകുമ്പോൾ ഇതിങ്ങനെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഓതി ഒരു മാസം കൊണ്ട് ഖത്തം തീർത്ത് സംതൃപ്തിയായി ഖുർആൻ സമ്പൂർണമായി അള്ളാഹ് തന്നത് മൊത്തം ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന സംതൃപ്തിയോടുകൂടി ഇരിക്കാം. മറ്റേത് ആയത്ത് വായിച്ച് അർത്ഥം വായിച്ച് കുറെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തപ്പോൾ അള്ളാഹ് പറയുന്നത് എന്ന് തന്നെ വലിയ ധാരണയില്ലാത്ത കുറേ വർത്തമാനങ്ങളാണുള്ളത്. ഇതിരുന്ന് വായിച്ചിട്ട് എന്താ കാര്യം എന്ന തോന്നലാണ് നമുക്കുള്ളത്. അക്ഷരാർത്ഥത്തിൽ അതല്ലേ. നമുക്ക് മെനക്കേടുള്ളത് കൊണ്ടല്ലേ നമ്മളിത് വായിക്കാത്തത്. മെനക്കേടുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ കാരണം വ്യക്തമാകണം. ഒരു കാരണവുമില്ല. നിങ്ങളോട് തന്നെ ചോദിക്കും, ഞാൻ എന്താണ്, ഞാൻ ഓതുന്നുണ്ടല്ലോ, എനിക്ക് അർത്ഥം തീർക്കാൻ, അർത്ഥം പിന്നെ അർത്ഥത്തോടു കൂടി ഓതാൻ എനിക്ക് എന്താണ് തടസ്സം എന്ന് ഈ ഇരിപ്പിൽ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കൂ. ഒരു ഉത്തരം ഉണ്ടാവില്ല. മെനക്കേടല്ലാതെ വേറൊരു ഉത്തരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആ മെനക്കേട് മാറ്റി വെച്ചിട്ട് ഖത്തം തീർക്കാനുള്ള ഈ വല്ലാത്ത വ്യഗ്രതയും തൽക്കാലം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഓതുന്ന അത്രയും മനസാന്നിധ്യത്തോടു കൂടി അർത്ഥസഹിതം അർത്ഥബോധത്തോടു കൂടി അത് വായിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആൻ പഠിക്കാനുള്ളതാണ്, ഖുർആൻ വായിക്കാനുള്ളതാണ്. എക്കാലവും ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കാനല്ല. ഖുർആൻ തന്നെ അത് ആവർത്തിച്ച് പറയുന്നു. 4 സ്ഥലങ്ങളിൽ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 62-ാം അധ്യായം സൂറത്തുൽ ജുമഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ വേദപരിജ്ഞാനമില്ലാത്ത ഒരാളെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഞാൻ പ്രവാചകനായി തെരഞ്ഞെടുത്തു നിങ്ങൾക്ക് തന്നു. അദ്ദേഹം എന്താണ് ചെയ്യുക? യത്ലു അലൈഹിം ആയാതിഹി, നിങ്ങളുടെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുമെന്നല്ല. അള്ളാഹുവിന്റെ ആയത്തുകൾ നിങ്ങളെ ഓതിക്കേൾപ്പിക്കുമെന്നല്ല, അള്ളാഹുവിന്റെ ആയത്തുകൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുമെന്നാണ്. നിങ്ങളെ അള്ളാഹുവിന്റെ ആയാത്തുകൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും. വയുസക്കീഹിം, നിങ്ങളെ സംസ്കരിക്കുകയും ചെയ്യും. വയുഅല്ലിമുഹുൽ കിതാബ, ഈ വേദഗ്രന്ഥം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വേദഗ്രന്ഥത്തെക്കുറിച്ച് അത് അവതരിപ്പിച്ച അള്ളാഹ് തന്നെ പറയാണ്, പ്രവാചകനെ ഞാൻ നിയോഗിച്ചത് ഇത് നിങ്ങൾക്ക് ഒന്നാമത് വായിച്ചു കേൾപ്പിക്കാനാണ്, രണ്ടാമത് നിങ്ങളെ പഠിപ്പിക്കാനാണ്. ഇത് വായിക്കലും പഠിക്കലുമാണ് ഇതിന്റെ ലക്ഷ്യം. പിന്നെ ഇത് ഓതിക്കൊണ്ടിരിക്കലാണെന്ന് നമ്മെ ആരാണ് പഠിപ്പിച്ചത്? ഇത് വെറുതെ ഇങ്ങനെ വെറുതെ ഓതിയാൽ മതി. ആ ഭാഷാ പരിജ്ഞാനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് ഓതുമ്പോൾ അയാൾക്ക് തിരിയും എന്താണ് എന്നുള്ളത് അയാൾക്ക് തിരിയും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ മദ്രസാ വിദ്യാഭ്യാസം എടുത്ത് നോക്കിയാൽ ആ മദ്രസാ വിദ്യാഭ്യാസത്തിൽ നിന്ന് അഖലാക്കും ദീനിയാത്തോ അമലിയാക്കത്തോ ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ആ കുട്ടി വരുന്ന നാൾ മുതൽ ആ കുട്ടീനെ അറബി ഭാഷ പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടിക്ക് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജും പഠിക്കാമായിരുന്നു, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിന്റെ ഭാഷയും തിരിയുമായിരുന്നു. ഇപ്പൊ എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ കുട്ടിക്ക് അഖലാക്കൂല, ദീനിയാത്തൂല, അമലിയാത്തൂല, ഖുർആൻ ഓതിയാലൊട്ട് തിരിയുമില്ല. ഈ കോലത്തിലായി നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചത്. അതേസമയം ആ ഭാഷ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ആ ഭാഷയെങ്കിലും പഠിച്ചേനെ. ഖുർആൻ എടുത്ത് നോക്കുമ്പോ, ഖുർആൻ വായിക്കുമ്പോ, ഓതുമ്പോ അതിന്റെ അർത്ഥം ആ കുട്ടിക്ക് തിരിയുമായിരുന്നു, അല്ലെങ്കിൽ നമുക്കിന്ന് തിരിയുമായിരുന്നു. നമ്മൾ അങ്ങനെ പഠിച്ചിരുന്നുവെങ്കിൽ. നമ്മൾ അത് പഠിപ്പിച്ചില്ല. പകരം അഖലാക്കും ദീനിയാത്തൊക്കെയാണ് പഠിപ്പിച്ചത്. അഖലാക്ക് എന്ന് പറഞ്ഞ സ്വഭാവങ്ങൾ. അവസാനം ഈ സ്വഭാവമുണ്ട്, നേരെ ചൊവ്വയുള്ള സ്വഭാവമുണ്ട്, ഇതൊക്കെ പഠിച്ചിട്ട് അതുമില്ല. അവസാനം അഖലാക്കും ഇല്ല, ഖുർആനും ഇല്ലാത്ത അവസ്ഥയായി. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തോടു കൂടിയാണ് പറയുന്നത്, ഈ വേദഗ്രന്ഥം നമ്മുടെ ജീവിതത്തിന്റെ റഫറൻസ് ഗ്രന്ഥമാണ്. ഇതങ്ങനെ പുതിയം പോലെ കൊണ്ടുനടക്കേണ്ട ഒരു ഗ്രന്ഥമല്ല. നമ്മുടെയൊക്കെ വീട്ടിലൊരു പരിഭാഷ വളരെ അനിവാര്യമാണ്. 1-2 പരിഭാഷ വേണം. ഭാര്യക്കും ഭർത്താവിനും വേണം. അതെടുത്ത് പരിശോധിക്കണം, അതെടുത്ത് വായിക്കണം. അതെടുത്ത് നമ്മുടെയൊക്കെ വീട്ടിലിരിക്കുന്ന മുസാഫ്
ആ വാങ്ങിയ പോലെ തന്നെ ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇത് നമ്മൾ വല്ലപ്പോഴേ തൊടാറുള്ളൂ. ഇനി പരിഭാഷയാണെങ്കിൽ തൊട്ടിട്ടുണ്ടാവില്ല, അത് മേടിച്ചിങ്ങനെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ടാവുള്ളൂ. ഞാൻ പറയുന്നത് എടുക്കണം, അതെടുത്ത് നമ്മളിങ്ങനെ നിരന്തരം മറിച്ചു നോക്കണം. മറിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ അത് കീറിപ്പറഞ്ഞു പോകും. ഒരാളുടെ വീട്ടിലിരിക്കുന്ന ഖുർആൻ ട്രാൻസ്ലേഷൻ കീറിപ്പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ അതിനോട് ആദരവ് കാണിച്ചിട്ടില്ല എന്നല്ല, ആ ഗ്രന്ഥം പഠിക്കാൻ അയാൾ സന്നദ്ധമായിട്ടുണ്ട് എന്നാണ്. സന്നദ്ധമായിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അതല്ലാതെ അത് വാങ്ങിയ പോലെ ഇരിപ്പുണ്ടെങ്കിൽ അയാൾ തുറന്നു നോക്കിയിട്ടില്ല എന്നാണ്, വെറും ഷോക്ക് വേണ്ടി മാത്രം വാങ്ങിയതാണ് എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി. 1,600 രൂപ കൊടുത്താൽ ഒരു ട്രാൻസ്ലേഷൻ കിട്ടും, ഖുർആൻ ട്രാൻസ്ലേഷൻ കിട്ടും. ആ ട്രാൻസ്ലേഷൻ വാങ്ങി എല്ലാ ദിവസവും കുറേശ്ശെ ഖുർആൻ നോക്കേണ്ട മാസം റമദാൻ മാസം മാത്രമൊന്നുമല്ല, 12 മാസവും നമ്മുടെ കൂടപ്പിറപ്പായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. നമ്മൾ അതിനെ ചേർത്ത് പിടിക്കുകയല്ല, അതിനോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത്. അത് നമ്മെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അത് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാണ്. നമ്മൾ അതിനെ ചേർത്ത് പിടിക്കുന്നതിന് പകരം അതിനോട് ചേർന്ന് നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ്. അത് നമ്മുടെ ഭാഷയിലാണ് വായിക്കേണ്ടത്. ഇത് അർത്ഥമറിയാതെ ഓതുന്നതിനെ കുറിച്ചുള്ള ഒരു പരാമർശം പോലും വിശുദ്ധ ഖുർആനിലില്ല. എന്നാൽ അർത്ഥമറിഞ്ഞാണ് ഇത് പാരായണം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള 100 കണക്കിന് തെളിവുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. തീർച്ചയായിട്ടും നാം ഇത് നിങ്ങളിലേക്ക് അവതരിപ്പിച്ചു. കിതാബൻ ഫീഹി ദിക്റുക്കും, അതിനകത്ത് നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത് എന്നുള്ള ചോദിക്കുകയാണ്. ഇതിനർത്ഥം എന്താണ്? ഇത് വായിക്കണം, ചിന്തിക്കണം എന്നല്ല അതിനർത്ഥം. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. നബിയെ, ഈ അനുഗ്രഹീതമായ ഗ്രന്ഥം ഞാൻ താങ്കളിലേക്ക് അവതരിപ്പിച്ചു. ലിയദ്ദബ്ബറു ആയാതിഹി, അതിനകത്തുള്ള സെന്റൻസുകൾ, അതിനകത്തുള്ള വാചകങ്ങൾ, അതിനകത്തുള്ള അള്ളാഹുവിന്റെ വർത്തമാനങ്ങളെ കുറിച്ച് അത് വായിക്കുന്നവൻ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിനും വേണ്ടിയിട്ടാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. ഇതുപോലെ നിരവധി ആയത്തുകൾ നമുക്ക് കാണാം. ഇതിലൊക്കെ പറയുന്ന, അതിനകത്ത് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം, പര്യാലോചിക്കണം എന്നാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചിന്തിക്കുകയും മനനം ചെയ്യുകയും ചെയ്യാതെയുള്ള ഖുർആൻ പാരായണം വ്യർത്ഥമാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നു. അർത്ഥബോധത്തോടുകൂടി വായിക്കാത്ത ഖുർആൻ പാരായണം വ്യർത്ഥമാണെന്നല്ല അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് അർത്ഥം ചിന്തിക്കാതെയുള്ള, അർത്ഥം അറിയാതെയുള്ള വായന വ്യർത്ഥമാണ് എന്നല്ല പറയുന്നത്. നമ്മളത് ആലോചിക്കണം. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് അർത്ഥം മനസ്സിലാക്കി വായിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ആലോചിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ടുള്ള വായന, അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടുള്ള വായന പോലും വ്യർത്ഥമാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറയണം. നമ്മളിങ്ങനെ അർത്ഥം വായിച്ചിങ്ങനെ പോകുന്നു, ഒന്നും ചിന്തിക്കണമില്ല, ആലോചിക്കണമില്ല, ആ വായന വ്യർത്ഥമാണെന്നാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പൊ അർത്ഥം പോലും അറിയാതെയുള്ള വെറുതെ ഇരുന്നുള്ള കുത്തിവായന എന്തായിരിക്കും അതുകൊണ്ടുണ്ടാവുക? അതിനെ പിന്നെ ഏത് ഭാഷയിലാണ് പറയാ? നമ്മള് വ്യർത്ഥമാണ് എന്ന്, ഈ അർത്ഥം അറിഞ്ഞുകൊണ്ട് പക്ഷേ ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല, അത്തരം വായന വ്യർത്ഥമാണ് എന്ന്, വെറുതെയാണ് എന്ന്, അർത്ഥരഹിതമാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അർത്ഥം പോലും അറിയാതെയുള്ള വെറുതെ ഇരുന്നുള്ള വായന എത്ര വ്യർത്ഥമായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഞാൻ പറഞ്ഞതല്ല, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ അർത്ഥത്തോടുകൂടി വായിക്കാൻ പരമാവധി ശ്രമിക്കണം. വിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായം സൂറത്തുൽ ഖമർ 4 സ്ഥലത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറയുന്നത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആൻ, ഈ ഖുർആനിനെ ഞാൻ ലളിതമാക്കിയിരിക്കുന്നു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി, ചിന്തിച്ച് ഗ്രഹിക്കാൻ വേണ്ടി ഈ ഖുർആനിനെ ഞാൻ ലളിതമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, ഇത് ഉൾക്കൊള്ളാൻ ആരെങ്കിലും സന്നദ്ധമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഒരു ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഖമറിൽ 54-ാം അധ്യായത്തിൽ 4 സ്ഥലത്തല്ല പറയുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ ഈ ഖുർആനിൽ ലളിതമാക്കിയിരിക്കുന്നു ചിന്തിച്ച് ഗ്രഹിക്കാൻ വേണ്ടി. ഈ ഗ്രന്ഥത്തെക്കുറിച്ചാണ് നമ്മുടെ പണ്ഡിതന്മാരടക്കം പറയുന്നത് ഇത് കുത്തിയിരുന്ന് ഓതി പാരായണം ചെയ്ത് കൂലി വാങ്ങിച്ചോ എന്ന് പറയുന്നത്. ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കൽ സുന്നത്തില്ല എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ ഈ സമുദായത്തെ ആദ്യം പഠിപ്പിച്ചത്.
ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കൽ സുന്നത്തില്ല എന്ന് പഠിപ്പിച്ചു. പാരമ്പര്യത്തിൽ ഖുർആൻ ഓതി പുണ്യം കരസ്ഥമാക്കുന്നതിനെ കുറിച്ചുള്ള വാചാലതകളാണ് നമ്മളെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്. അതായത് ഇത് വെറുതെ ഇരുന്ന് പാരായണം ചെയ്താൽ കിട്ടുന്ന കൂലിയുടെ മഹത്വത്തെക്കുറിച്ച് ഇങ്ങനെ വല്ലാണ്ട് വാചാലമായി ഈ പാവപ്പെട്ട ജനസമൂഹത്തെ ഇതിൻ്റെ അർത്ഥം ചിന്തിക്കാതെ വെറുതെ ഇരുന്ന് പാരായണം ചെയ്യുന്നവരാക്കി വീണ്ടും തുടരാൻ അനുവദിക്കുന്നു എന്നത് മാത്രമാണ് അതുകൊണ്ടുള്ള ഗുണം. അതുകൊണ്ട് അത്രേ ഗുണം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വെറുതെ ഇരുന്ന് വായിക്കാൻ ഇനി പുതിയ തലമുറയെ കിട്ടില്ല. അവർക്കിത് മനസ്സിലാവില്ല. അവർ ഇത് വായിക്കാൻ പറയുമ്പോൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ വായിച്ചിട്ട് എന്താ കാര്യം എന്നവർ ചിന്തിക്കും. അതിന് ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കും. കഴിഞ്ഞകാല സമൂഹത്തിന് ആ പാരമ്പര്യമായ പിന്തുടർച്ച അവർ അങ്ങനെ തന്നെ തുടർന്നു പോകുന്നു എന്നേ ഉള്ളൂ. പുതിയ തലമുറയോട് ഇത് അർത്ഥമൊന്നും അറിയാതെ ഇരുന്ന് ഓതുമോനെ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥമൊന്നും അറിയാതെ ഇരുന്ന് ഓതിയിട്ട് എന്താ കാര്യമെന്ന് അവൻ ചിന്തിക്കും. ആ ഓത്തിൽ നിന്ന്, ആ പാരായണത്തിൽ നിന്ന് അവൻ പിൻവാങ്ങുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നമ്മുടെ മക്കളുടെ മുമ്പിൽ, നമ്മുടെ വീട്ടുകാരുടെ മുമ്പിൽ അർത്ഥത്തോടുകൂടി ഇത് വായിക്കുന്നത് അവൻ കാണണം. നമ്മുടെ കാരണവന്മാർ അങ്ങനെ വായിക്കുന്നത് കണ്ടിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെ നമുക്ക് പ്രസംഗിക്കേണ്ടി വരില്ലായിരുന്നു. നമ്മളും അർത്ഥത്തോടുകൂടി വായിക്കുമായിരുന്നു. നമ്മുടെ കാരണവന്മാർ അവരെ ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കേണ്ടതില്ല, അത് സുന്നത്ത് പോലുമില്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ചതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരിതിങ്ങനെ ഇരുന്ന് തുടർച്ചയായിട്ട് ഖത്തം തീർത്തുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് അവർ പ്രകടിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഖുർആൻ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഇത് വെറുതെ ഒരു ഖത്തം തീർക്കുന്ന ഗ്രന്ഥമോ, അതല്ലെങ്കിൽ ഊതാനുള്ള ഗ്രന്ഥമോ, അതല്ലെങ്കിൽ ഓതാനുള്ള ഗ്രന്ഥമോ, അതല്ലെങ്കിൽ മന്ത്രിക്കാനുള്ള ഗ്രന്ഥമോ, അതല്ലെങ്കിൽ കച്ചവടം നന്നാക്കാൻ പറ്റിയ ആയത്തുകളുള്ള ഗ്രന്ഥമോ, വയറുവേദന ശരിയാക്കാൻ, ഊരവേദന ശരിയാക്കാൻ ഓതാനുള്ള ആയത്തുകളുള്ള പിന്നെ ഗ്രന്ഥമോ ഒന്നും അല്ല ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ മാർഗരേഖയാണ്. ജീവിതത്തിൻ്റെ മാർഗരേഖയാണ്. അതിന് ഓതാനും ഊതാനുള്ളതാണെന്ന് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അന്തസ്സ് നഷ്ടപ്പെടുത്തലാണ്. ഇത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നീ എന്ത് ചെയ്യണം എന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ പറഞ്ഞു തന്ന വാചകങ്ങളാണ് അതിനകത്തുള്ളത്. ശിഫാഉൽ മാഫി സുദൂർ എന്ന് പറഞ്ഞാൽ ഇത് മന്ത്രിക്കാനുള്ള ഗ്രന്ഥമാണെന്നല്ല. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൽ മാഫി സുദൂർ. ജനങ്ങളെ, ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥങ്കിൽ നിന്നുള്ള സതുപദേശം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശിഫാഉൽ മാഫി സുദൂർ, ഇത് ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശാന്തിയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത് മന്ത്രിക്കാനുള്ളതാണ് എന്നല്ല. ഇത് ഹൃദയത്തിൽ നമ്മെ പിടികൂടിയിട്ടുള്ള രോഗങ്ങളുണ്ട്. അസൂയ, വെറുപ്പ്, അഹങ്കാരം, അതുപോലുള്ള സത്യം അംഗീകരിക്കാനുള്ള വൈമുഖ്യം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണെങ്കിലും ഇത് മുഹമ്മദ് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ അംഗീകരിക്കില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കില്ല എന്ന് പറയുന്ന ആ ധാർഷ്ട്യത്തെ ചികിത്സിക്കാനുള്ള ഗ്രന്ഥമാണിതെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുത്തത് ഇത് മന്ത്രിക്കാനുള്ള ആയത്തുകൾ ഉൾക്കൊണ്ട ഗ്രന്ഥമാണ് എന്നാണ് നമ്മൾ വായിച്ചെടുത്തത്. അള്ളാഹ് പറഞ്ഞത് ഹൃദയത്തെ ബാധിക്കുന്ന രോഗത്തിനുള്ള ശമനൌഷധമാണിത് എന്നാണ്. അത് ഹൃദയത്തെ ബാധിക്കുന്ന രോഗം അഹങ്കാരമാണ്. അള്ളാഹു ആകുന്ന പ്രപഞ്ചനാഥൻ എന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ വൈമുഖ്യം കാണിക്കുന്ന അഹങ്കാരമുണ്ടല്ലോ, അഹങ്കാരത്തെ ചികിത്സിക്കാനുള്ള ഗ്രന്ഥമാണിതെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് അതിനെ ആ നിലക്ക് കാണണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒറ്റ കാര്യം ഞാൻ പറയുകയാണ്, ഫാത്തിഹ എത്ര നാളായി നമ്മൾ ഓതാൻ തുടങ്ങിയിട്ട്? ഒരു ആത്മവിമർശനത്തിന് വേണ്ടി, ആത്മവിമർശനത്തിന്റെ മാസവും കൂടിയാണല്ലോ ഇത്. എത്ര നാളായി നമ്മൾ ഫാത്തിഹ ഓതാൻ തുടങ്ങിയിട്ട്? 20-ാമത്തെ വയസ്സിൽ നമസ്കാരം തുടങ്ങിയ ഒരാൾ 70-ാമത്തെ വയസ്സിൽ നമസ്കരിച്ചുകൊണ്ട് മരിച്ചു പോകുമ്പോൾ അയാൾ എത്ര ഫാത്തിഹ ഓതിയിട്ടുണ്ടാവും നിങ്ങൾക്കറിയോ? 20-ാമത്തെ വയസ്സിൽ, 15-ാമത്തെ വയസ്സിലും 18-ാമത്തെ വയസ്സിലും അല്ല, 20-ാമത്തെ വയസ്സിൽ നമസ്കരിക്കാൻ തുടങ്ങിയ ഒരാൾ 5 വഖത്തിൽ ഒരു ദിവസം നമസ്കരിക്കുമ്പോൾ അയാൾ 70-ാമത്തെ വയസ്സിൽ നമസ്കരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ അയാൾ എത്ര എണ്ണം ഫാത്തിഹ ഓതിയിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 3,10,250 ഫാത്തിഹ അയാൾ നിർബന്ധ നമസ്കാരത്തിൽ മാത്രം പാരായണം ചെയ്തിട്ടുണ്ടാകും. എന്നിട്ടും എന്താണ് താൻ പാരായണം ചെയ്തത്? ഈ 3,10,250 പ്രാവശ്യം എന്താണ് താൻ പാരായണം ചെയ്തത് എന്നറിയാത്ത ആളുകളല്ലേ നമ്മുടെ സമൂഹത്തിൽ കൂടുതലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരെങ്ങനെയാണ് നമ്മൾ മുസ്ലിമാണെന്ന് പറയുക? ഞാൻ ചോദിക്കുമ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരാൾ മുസ്ലിം ആവാനുള്ള യോഗ്യത ഈ പറയുന്ന പോലെ ഫാത്തിഹയുടെ അർത്ഥം പഠിക്കലാണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കും. എനിക്കതിന് പറയാനുള്ള മറുപടി, നിങ്ങളെല്ലാം ആർജിച്ചില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചില്ലേ? ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിച്ചില്ലേ?
ഇംഗ്ലീഷ് നമ്മുടെ കാക്കകാരന്മാരുടെ ഭാഷയായിരുന്നില്ലല്ലോ. എന്നിട്ടും നമ്മൾ എഴുതാനും വായിക്കാനും പഠിച്ചു, സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു, ബൈക്ക് ഓടിക്കാൻ പഠിച്ചു, കാർ ഓടിക്കാൻ പഠിച്ചു, CA പഠിച്ചു, PGക്ക് പഠിച്ചു, അതുപോലെ തന്നെ ഡോക്ടറായി, എഞ്ചിനീയറായി, അങ്ങനെ എല്ലാം നമ്മൾ ആർജിച്ചു. ഇതൊന്നും ആർജിച്ചല്ല നമ്മൾ ഉമ്മയുടെ വയറ്റിൽ നിന്ന് വന്നത്. എന്നിട്ട് അതെല്ലാം നമ്മൾ ആർജിച്ചെടുത്തു. അത് വേണമെന്ന് നമുക്ക് മനസ്സിലായി. അതിന്റെ പേരിൽ പെടാപ്പാടുപെട്ട് കഷ്ടപ്പെട്ട് അതെല്ലാം നാം സ്വായത്തമാക്കി. അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലെ 3,19,000 വയസ്സും 50 കൊല്ലക്കാലം നിരന്തരമായി ഓതിക്കൊണ്ടിരുന്ന, വെറും ആവർത്തിച്ചു വരുന്ന 7 വചനത്തിന്റെ അർത്ഥം മാത്രം എനിക്ക് ആവശ്യമായിരുന്നില്ല, അതെനിക്കറിയില്ല എന്ന് വന്നാൽ അവരെ പിന്നെ ഏത് ഗണത്തിലാണ് നമ്മൾ പെടുത്തുക എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് പരലോകം ഒരു ഗൗരവമല്ലാത്തത് കൊണ്ട്, പരലോകം ഒരു കൺസേൺ അല്ലാത്തത് കൊണ്ട്, പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരു ഗൗരവമല്ലാത്തത് കൊണ്ട്, പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരു കൺസേൺ അല്ലാത്തത് കൊണ്ടാണ് നമുക്കത് പറയുമ്പോൾ, ഞാനിത് പറയുമ്പോൾ നമുക്ക് അല്പമെങ്കിലും അസ്വസ്ഥതയുണ്ടാകുന്നത്. അങ്ങനെ ഒരാളുടെ മുസ്ലിമാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്ന ഘടകം ഫാത്തിഹയുടെ അർത്ഥം പഠിക്കലാണോ എന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ അതിനെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സമീപിച്ചാൽ നമുക്ക് ഈ കാര്യം ബോധ്യപ്പെടും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ പരിശുദ്ധ റമദാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിക്കിയും മുക്കിയൊക്കെ ഓതുന്ന ആളുകൾ, ഓതാത്ത ആളുകൾ അത് ഓതിപ്പഠിക്കാൻ സന്നദ്ധമാവുക. ഓതാൻ നന്നായി അറിയാവുന്ന ആളുകൾ അതിൻ്റെ അർത്ഥത്തോടുകൂടി, അർത്ഥബോധത്തോടുകൂടി ഓതുക. അതോടൊപ്പം തന്നെ ഈ ഖുർആനെ ജീവിതത്തിൻ്റെ മാർഗരേഖയാക്കുക. ജീവിതത്തിൻ്റെ മാർഗരേഖയാക്കുക. ജീവിതത്തിൻ്റെ ആക്കിയില്ലെങ്കിൽ, ജീവിതത്തിൻ്റെ മാർഗരേഖ ആക്കിയില്ലെങ്കിൽ, അർത്ഥം അറിഞ്ഞോതിയാലും അർത്ഥം അറിയാതെ ഓതിയാലും അതിന് കൂലി ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൻ്റെ മാർഗരേഖയായി അതിനെ സ്വീകരിക്കാതെ ഇനി അർത്ഥം അറിഞ്ഞോതിയാൽ പ്രശ്നം തീരുമെന്ന് ചോദിച്ചാൽ അർത്ഥം അറിഞ്ഞോതിയല്ല പ്രശ്നം തീരൂല. ഈ അർത്ഥം അറിഞ്ഞ് ഓതണം എന്ന് പറയുന്നത് കാര്യം അറിഞ്ഞ് ജീവിതത്തിൽ പകർത്താനാണ്. ജീവിതത്തിൽ പകർത്താതെ ഒരാൾ അർത്ഥം അറിഞ്ഞ് ഓതിയത് കൊണ്ട് എല്ലാ പുണ്യവും കിട്ടും എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അർത്ഥം അറിഞ്ഞ് ഓതണം എന്ന് പറയുന്നത് ജീവിതത്തിൽ പകർത്താനാണ്. ജീവിതത്തിൽ പകർത്താതെ ഒരാൾ അർത്ഥം അറിഞ്ഞ് ഓതിയാലും അതിന് പ്രതിഫലം പടച്ചമ്പുരാന്റെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്ന് പറയാൻ നമ്മുടെ കൈവശം ഒരു രേഖയുമില്ല. അതുകൊണ്ട് അർത്ഥം അറിഞ്ഞ് ഓതി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.